ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹീതരായ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ പഠനയാത്രയിലൂടെയാണല്ലോ നമ്മൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴമായ മർമ്മങ്ങളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവമേ, നിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മളുടെ തലകളെ നമുക്ക് വണക്കാം. കരുണാമയനായ കർത്താവെ, സകല അറിവുകളെയും പ്രകാശമുള്ളതാക്കി തീർത്ത് ദൈവികമായ പരിജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കുന്നവനായ ദൈവമേ, അതുല്യമായ വചനങ്ങളെ ശ്രവിക്കുവാനും ആ വചനത്തെ ധ്യാനിക്കുവാനും തൻ്റെ ഏകജാതനായ പുത്രനിലൂടെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതായി നിത്യരക്ഷയുടെ അനുഭവത്തിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുവാനും പ്രലോഭനങ്ങളിലും ലോകത്തിൻ്റേതായ അനുഭവങ്ങളിലും ഞങ്ങൾ വീണുപോകാതെ നിത്യരക്ഷ ഞങ്ങൾ നഷ്ടമാക്കാതെ അതിലേക്ക് ഓടിയെത്തുവാൻ തക്കവണ്ണം പരിശ്രമിക്കുവാനും ഉത്സാഹിക്കുവാനും കർത്താവിൻ്റെ കാലടികളെ പിന്തുടർന്ന് നിത്യരക്ഷ അനുഭവിക്കുവാനും ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളിലും നിൻ്റെ വചനം അവരുടെ ഉള്ളങ്ങളിൽ ക്രിയ ചെയ്യുമാറാകണമേ. കേൾക്കുന്ന വചനങ്ങൾ ദൈവികമായ നന്മയിലേക്കും അനുഗ്രഹത്തിലേക്കും രൂപാന്തരത്തിലേക്കും ഞങ്ങളെല്ലാവരെയും വഴി നടത്തണമേ. സകലതും അവിടുത്തെ തൃപ്പാദങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമീൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹീതരായ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എബ്രായ ലേഖനം 4-ാം അധ്യായം ധ്യാനിക്കുവാനും പഠിക്കുവാനുമായി നമ്മൾ കർത്താവിൽ ശരണപ്പെടുമ്പോൾ പരിശുദ്ധനായ പൗലോസ്ലീഹ സങ്കീർത്തന ഭാഗങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഈ വേദഭാഗം വളരെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രത്യേകമായി 95-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 9, 10, 11 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിപ്രകാരമാണ്: അവിടെ വച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസം ഉണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമെന്നും എൻ്റെ വഴികൾ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ഇവിടെ യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുകയാണ്: ഇസ്രായേലിൽ നിന്ന് ദൈവം തമ്പുരാൻ പ്രതീക്ഷിച്ചതായ അനുസരണവും ദൈവഭക്തിയും ദൈവ വഴിയിലൂടെയുള്ള പ്രയാണവും അവർ നിരസിച്ചപ്പോൾ അവർക്ക് വേണ്ടി കരുതിയിരുന്ന ആ സ്വർഗീയമായ വിശ്രമത്തിലേക്ക് അവർക്ക് കടക്കുവാനായിട്ട് സാധിച്ചില്ല. ആരും അതിൽ പ്രവേശിക്കയില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നതായിട്ടാണ് ഈ സങ്കീർത്തന ഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവം വാഗ്ദാനം ചെയ്ത വിശ്രാമത്തിലേക്ക്, സ്വസ്ഥതയിലേക്ക് അവർക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. പ്രത്യേകമായിട്ട് ഈ എബ്രായ ലേഖനം 4-ാം അധ്യായം 3 കാര്യങ്ങളെക്കുറിച്ചാണ് വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നാമതായിട്ട് നാം ഈ വായിച്ചു കേട്ടതായ വേദഭാഗം, അവിടെ ഇപ്രകാരം പറയുന്നത്: തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വിശ്രമം, സ്വസ്ഥത, അത് ദൈവത്തിൽ വിശ്വസിച്ച് കടന്നു വരുന്നവർക്ക് മാത്രമേ അതനുഭവം ഉണ്ടാകുകയുള്ളൂ എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നു. ദൈവവിശ്വാസത്തെ നിരസിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവർക്ക് ഒരിക്കലും ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനായിട്ട് സാധ്യമാകുകയില്ല. ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ നമ്മെ
പഠിപ്പിക്കുന്നു. എബ്രായ ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം, അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം നിലനിൽക്കുന്നതിനാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കുവാൻ നാം ഭയപ്പെടുക. അപ്പോൾ ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നത് ദൈവത്തെ അറിയുന്ന, ദൈവത്തെ വിശ്വസിക്കുന്ന മക്കളാണ് എന്ന് അടിവരയിട്ട് ഈ വേദഭാഗത്തിലൂടെ പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് ഈ വേദഭാഗത്തിൽ 12-13 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി എന്താണ് എന്ന് അവിടെ പ്രതിപാദിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്, ആ ദൈവത്തിൻ്റെ വചനം നമ്മളിൽ ഉളവാക്കുന്നതായ രൂപാന്തരവും അനുഗ്രഹവും എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഈ വാക്യങ്ങളിൽ പ്രതിപാദിക്കുന്നു. ഏറ്റവും അവസാനമായി 14, 15, 16 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ആരാകുന്നു യേശുക്രിസ്തു? യേശുക്രിസ്തു നിത്യമായ പുരോഹിതനാണ്, മഹാപുരോഹിതനാണ്. ആരാണ് മഹാപുരോഹിതൻ? ആ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്നുള്ള അനുഗ്രഹീതമായ ശുശ്രൂഷകളെപ്പറ്റി മനസ്സിലാക്കുവാനും തക്കവണ്ണമുള്ള ഒരു വേദഭാഗമാണ് ഈ അധ്യായം. ഇതിൻ്റെ ആദ്യ ഭാഗം എന്നുള്ള നിലയിൽ 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നത് ഇസ്രായേൽ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയതായ ഒരു സ്വസ്ഥതയെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയിരുന്ന ഒരു സ്വസ്ഥതയുണ്ട്, ഒരു വിശ്രമമുണ്ട്. പക്ഷേ മിസ്രൈമിൽ നിന്ന് ആ സ്വസ്ഥതയിലേക്ക്, രക്ഷയിലേക്ക് നടന്ന് അടുക്കുവാനായിട്ട് കടന്നു വന്ന ഇസ്രായേൽ മക്കൾ 40 വർഷവും ദൈവത്തെ പരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. അതുകൊണ്ട് യഹോവയായി ദൈവത്തിന് അവരോട് നീരസമുണ്ടായി. സങ്കീർത്തനക്കാരൻ പറയുന്നത് ഈ 40 വർഷവും ദൈവത്തിന് അവരോട് നീരസമായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് യാത്ര പുറപ്പെട്ട ആർക്കും തന്നെ കനാൻ നാട് കാണുവാനായിട്ട് സാധിച്ചില്ല, അത് പ്രവേശിക്കുവാനായിട്ട് സാധിച്ചില്ല. ഒരുപക്ഷെ യോശുവയും കാലേബുമൊക്കെ ദൂരെ നിന്ന് വാഗ്ദത്ത കനാൻ നോക്കിക്കണ്ടു. അവരോടൊപ്പം മിസ്രൈമിൽ നിന്ന് യാത്ര പുറപ്പെട്ട ആർക്കും കനാൻ നാട്ടിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല. അവരുടെ വരും തലമുറകളാണ് ആ കനാൻ നാട്ടിലേക്ക് പ്രവേശിച്ചതെന്ന് തിരുവചനത്തിലൂടെ നാം പഠിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, എന്താണ് ഈ സ്വസ്ഥത? എന്താണ് ഈ വിശ്രമം? ദൈവമക്കൾക്കെല്ലാം ദൈവം തമ്പുരാൻ ഒരുക്കിയിരിക്കുന്ന ഒരു വിശ്രമമുണ്ട്, ഒരു സ്വസ്ഥതയുണ്ട്. അതിനെ ലക്ഷ്യമാക്കിയാണ് ഓരോ ദൈവഭക്തനും നടന്ന് നീങ്ങേണ്ടത്. ഇവിടെ എബ്രായ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ അവിടെ പറയുന്നത് ഇപ്രകാരമാണ്: അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം നിലനിൽക്കുന്നതിനാൽ. ആ വാഗ്ദത്തം ഇപ്പോഴും നിലനിൽക്കുന്നു. അതിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവർക്ക് ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനായിട്ട് കഴിയും. കാരണം ആ വാഗ്ദാനം ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ദൈവം വാഗ്ദാനം നിറവേറ്റുന്നവനാണ്, നിറവേറ്റിയിട്ടുള്ളവനാണ്, ഇനിയും നിറവേറ്റുന്നവനുമാണ്. ആ സ്വസ്ഥത നമുക്ക് എല്ലാവർക്കും വേണ്ടി ദൈവം തമ്പുരാൻ ഒരുക്കിയിരിക്കുന്നു. ആ സ്വസ്ഥതയിലേക്കാണ് നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നത്. ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിൻ്റെ വാഗ്ദാനം പാലും തേനും ഒഴുകുന്ന ഒരു സ്വർഗീയമായ കനാൻ നാടായിരുന്നു. അവരുടെ കഷ്ടതയിൽ നിന്നും അവരുടെ വേദനയിൽ നിന്നും ഉയർന്നതായ നിലവിളി യഹോവയായ ദൈവം കേട്ടിട്ട് അവരെ വിടുവിക്കുവാൻ തക്കവണ്ണം പ്രവാചകനായ മോശയെ ദൈവം തമ്പുരാൻ നിയോഗിച്ച് മിസ്രൈമിലേക്ക് അയച്ചു. ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങളാൽ മോശ ഇസ്രായേൽ മക്കളെ അവിടെ നിന്ന് വിടുവിച്ചു. അപ്പോൾ ഫറവോൻ്റെ അടിമത്വത്തിൽ നിന്നും അവർ വീണ്ടെടുക്കപ്പെട്ടു. അവർക്ക് വിടുതലുണ്ടായി. അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ കനാനെ നോക്കി
പാലും തേനും ഒഴുകുന്ന കനാനിനെ നോക്കി അവർ യാത്ര ചെയ്യുകയാണ്. എന്നാൽ ആ യാത്ര ചെയ്ത പലർക്കും കനാൻ നാട്ടിൽ എത്തിച്ചേരുവാനായിട്ട് സാധിച്ചില്ല. ഒന്നുകൂടെ നമ്മുടെ ശ്രദ്ധയിലേക്ക് ആ വചനം കൊണ്ടുവരികയാണ്. അടിമനുഖത്തിൽ കഷ്ടതയിലും വേദനയിലും പ്രയാസത്തിൽ ഹൃദയവേദനയോടെ ദൈവത്തോട് നിലവിളിച്ച ഇസ്രായേൽ മക്കളുടെ നിലവിളി ദൈവം തമ്പുരാൻ കേൾക്കുകയും മോശയെ അവരെ വിടുവിക്കുവാൻ തക്കവണ്ണം മിസ്രൈമിലേക്ക് അയച്ച് ഫറവോനിൽ നിന്നും ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങളിലൂടെ ഇസ്രായേൽ മക്കളെ അവിടുന്ന് വിടുവിച്ചു. അപ്പോൾ വിടുതൽ അവിടെ അവർ പ്രാപിച്ചു. പക്ഷേ അവർ കനാൻ നാട്ടിലെത്തിയിട്ടില്ല. യാത്ര ആരംഭിച്ചത് മാത്രമേയുള്ളൂ. പക്ഷേ അടിമത്തത്തിൽ നിന്ന് അവർ വിടുവിക്കപ്പെട്ടു. അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടത് കൊണ്ടാണ് അവർ കനാനിനെ നോക്കി യാത്ര ചെയ്തത്. ആ യാത്ര 40 സംവത്സരം അവർ മരുഭൂമിയിലൂടെ നടന്നു. എവിടേക്കാണ്? ദൈവം ഒരുക്കിയ പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്കാണ് അവർ യാത്ര ചെയ്യുന്നത്. അവിടെ എത്തുമ്പോൾ ആ കനാൻ നാട് അവർക്ക് സ്വന്തമാകും. മിസ്രൈമിൽ നിന്ന് അവർ വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം അത്ഭുതകരമായി ഇടപെട്ടത് അവിടെ കടിഞ്ഞൂൽ സംഹാരം ഉണ്ടായി. ദൈവത്തിൻ്റെ ആദ്യജാതനായ മശിഹാ തമ്പുരാൻ ഈ ലോകത്തിലേക്ക് വന്ന് തന്നെ യാഗമായി അർപ്പിച്ചപ്പോൾ സാത്താൻ്റെയും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്വത്തിൽ നിന്ന് യേശു തമ്പുരാൻ നമ്മെ വീണ്ടെടുത്തു. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി കടിഞ്ഞൂലുകൾ അറുക്കപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞാട് അറുക്കപ്പെട്ട് കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും ആ രക്തം തളിക്കപ്പെട്ടപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് മിസ്രൈമിൽ നിന്ന് വിടുതലുണ്ടായി എങ്കിൽ, അവർ കനാൻ നാട് നോക്കി യാത്ര ആരംഭിച്ചു എങ്കിൽ, ദൈവത്തിൻ്റെ ആദ്യജാതനായ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് പാപത്തിൻ്റെയും സാത്താൻ്റെയും പിശാചിൻ്റെയും അടിമത്വത്തിൽ നിന്ന് എന്നെ വിടുവിക്കുവാൻ വേണ്ടി ആ കടിഞ്ഞൂൽ കാൽവറി ക്രൂശിൽ അറുക്കപ്പെട്ട് ആ രക്തത്താൽ എനിക്ക് പാപത്തിൽ നിന്ന് വിടുതലുണ്ടായി. ഇസ്രായേൽ മക്കൾ വിടുതൽ പ്രാപിച്ച് കനാൻ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നു. അതുപോലെ ദൈവത്തിൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റെ ക്രൂശ് മരണം എനിക്ക് വേണ്ടിയായിരുന്നു, എൻ്റെ വിടുതലിന് വേണ്ടിയായിരുന്നു. അങ്ങനെ പാപത്തിൻ്റെ അടിമത്വം ഞാൻ വിടുവിക്കപ്പെട്ടു. ഇനി ഞാൻ യാത്ര ചെയ്യുന്നത് നിത്യരക്ഷയുടെ വിശ്രാമത്തിൻ്റെ സ്വസ്ഥതയുടെ അനുഭവത്തിലേക്കാണ്. അവിടെ നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കും. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു. ഇസ്രായേൽ മക്കൾ ഫറവോൻ്റെ സൈന്യത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. അവർ കനാനിനെ നോക്കി യാത്ര ചെയ്യുന്നു. അതുപോലെ കർത്താവിൻ്റെ ക്രൂശുമരണത്താൽ അവൻ തന്നെ യാഗമായി നമുക്ക് വേണ്ടി നൽകിയപ്പോൾ അവൻ പാപത്തെ ചവിട്ടിക്കൊന്നു. നമ്മെ ചവിട്ടി താഴ്ത്തി വെച്ചിരുന്നതായ പിശാചിൻ്റെ പാപക്കെണികളെ മശിഹാ തമ്പുരാൻ തോൽപ്പിച്ച് ആ പിശാചിൻ്റെ മരണത്തിൻ്റെ പാപത്തിൻ്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ചു. നമ്മളിപ്പോൾ ആ വിടുതൽ പ്രാപിച്ചുകൊണ്ട് യാത്ര നടക്കുകയാണ്. ഇസ്രായേൽ മക്കൾ കനാൻ നോക്കി ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നത് പോലെ നിത്യമായ വിശ്രമസ്ഥലത്തേക്ക്, ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരുന്ന വിശ്രമസ്ഥലത്തേക്ക് ഞാൻ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നിത്യരക്ഷയുടെ അനുഭവം എനിക്ക് ലഭിക്കുന്നത് അവിടെയാണ്. ഞാനിപ്പോൾ രക്ഷയുടെ മാർഗത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മാർഗത്തിലൂടെയാണ്, രക്ഷയുടെ വഴിയിലൂടെയാണ് ഞാൻ നടക്കുന്നത്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ കനാൻ നാട്ടിലേക്ക് എത്തിയതുപോലെ പാപത്തിൽ നിന്ന് ഞാൻ വിടുതൽ പ്രാപിച്ചു. രക്ഷയുടെ വഴി എൻ്റെ കർത്താവ് എനിക്ക് കാണിച്ചു തന്നു. രക്ഷയുടെ പൂർണ്ണത ഞാൻ പ്രാപിക്കുന്നത് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യരക്ഷയുടെ അനുഭവത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോഴാണ്. 2-ാം വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ എബ്രായ ലേഖന കർത്താവ് അവിടെ വിശദീകരിക്കുന്നത്, ദൈവത്തിൻ്റെ വാക്ക് കേട്ട് വിടുതൽ പ്രാപിച്ച് യാത്ര ആരംഭിച്ച ഇസ്രായേൽ മക്കൾ, കനാനിലേക്ക് യാത്ര ആരംഭിച്ച ഇസ്രായേൽ മക്കൾ തന്നെ വിടുവിച്ച ദൈവത്തിൻ്റെ വാക്കുകൾ നിരസിച്ച് കളഞ്ഞു. വിടുതൽ പ്രാപിച്ചു. പക്ഷേ രക്ഷയുടെ മാർഗത്തിലേക്ക് നടന്നു പോകുന്ന സമയത്ത്
ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിലും മറ്റ് തിന്മകളിലും വശംവദരായി ദൈവത്തിൻ്റെ വഴിയിൽ നിന്നും അവർ വീണുപോകുന്നു. അതുകൊണ്ട് അവർക്ക് ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ സാധിക്കാതെ വഴിയിൽ വെച്ച് അവർ വീണുപോകുന്ന ഒരു സാഹചര്യത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വാക്ക് കേട്ടിട്ടും ദൈവത്തിൻ്റെ വചനം ശ്രവിച്ചിട്ടും ആ വചനത്തെ അനുസരിക്കാതെ വിശ്വാസപരമായി ധൈര്യപ്പെട്ട് മുൻപോട്ട് പോകാതെ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ അവർ വീണുപോയപ്പോൾ ജീവനുള്ള ദൈവത്തെ വിട്ട് അന്യ ദേവന്മാരുടെ പൂജകളിലേക്കും ഒക്കെ അവർ വീണുപോയപ്പോൾ അവർക്ക് വേണ്ടി ഒരുക്കിയിരുന്ന ആ കനാൻ അവർക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിച്ചില്ല. അവർ വീണുപോയി. എന്താണ് പ്രിയമുള്ളവരെ ഈ വേദഭാഗത്തിലൂടെ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? ഇസ്രായേൽ മക്കൾക്കുണ്ടായ അതേ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നുള്ള മുന്നറിയിപ്പാണ് ഇവിടെ പൗലോസ്ലീഹ നമുക്ക് നൽകുന്നത്. കാരണം ദൈവത്തിൻ്റെ വാക്ക് കേട്ടിട്ട് അതനുസരിക്കാതെ പോയ ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്ത ജനമായിരുന്നിട്ട് പോലും ദൈവം അവരെ അത്ഭുതകരമായി വിടുവിച്ചു. എങ്കിലും ദൈവത്തിൻ്റെ വാക്കിൽ നിന്ന് അവർ വ്യതിചലിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോയതുകൊണ്ട് ആ ദൈവം ഒരുക്കിയിരിക്കുന്ന വിശ്രമത്തിലേക്ക് പ്രവേശിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. അതുപോലെ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് നമ്മോടൊപ്പം വസിച്ച് ആ വചനത്തെ അവൻ്റെ തിരുവായിൽ നിന്ന് അവൻ്റെ തിരുമൊഴികളെ കേൾക്കുവാനും ആ വിശ്വാസത്തിലൂടെ മാമോദീസ സ്വീകരിച്ച് കർത്താവിൻ്റെ പാതയിലൂടെ നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് നടക്കുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ വീണ് ദൈവത്തിൻ്റെ വഴിയിൽ നിന്നും വിട്ടകന്നു പോയാൽ ഈ ഇസ്രായേൽ മക്കൾക്കുണ്ടായ അനുഭവം നമ്മളുടെ ജീവിതത്തിലും ഉണ്ടാകും. ആ നിത്യരക്ഷ പ്രാപിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കയില്ല എന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു നിത്യരക്ഷയുണ്ട്. ആ വാഗ്ദാനം ഇപ്പോഴും നിലനിൽക്കുന്നു. കാരണം ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് അവൻ്റെ കൽപ്പനപ്രകാരം അവൻ്റെ വചനപ്രകാരം അവൻ്റെ കാലടികളെ പിന്തുടർന്ന് യാത്ര ചെയ്ത് എത്തിച്ചേരുന്നവർക്ക് ആ നിത്യരക്ഷയെ ദൈവം തമ്പുരാൻ പ്രദാനം ചെയ്യുന്നു. എല്ലാവർക്കും ഒരുക്കിയിരിക്കുന്നു. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് ഞാനും നിങ്ങളുമൊക്കെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് വീണ്ടെടുപ്പിൻ്റെ അനുഭവം ഉണ്ടായി മശിഹാ തമ്പുരാൻ ഒരുക്കിത്തന്ന രക്ഷാവഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്തു പോകുമ്പോൾ ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾ ആ വഴിയിൽ നിന്ന് നമ്മെ വീഴ്ത്തിക്കളയുന്നു. ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നു. ജഡികമായി നമ്മൾ വശംവദരായി ലോകത്തിൻ്റെ ഇച്ഛകളിലേക്ക്, ജഡികമായ ഇച്ഛകളിലേക്ക്, ഭൗതികമായ ആഗ്രഹങ്ങളിലേക്ക് ഞാൻ പിശാചിൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി വീഴുമ്പോൾ ഈ യാത്ര നിത്യരക്ഷയിലേക്ക് എത്തിച്ചേരുകയില്ല. ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യരക്ഷ എനിക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കില്ല എന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയാകരുത്. നിത്യരക്ഷയ്ക്ക് വേണ്ടി യാത്ര ചെയ്യുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്ഥിരമാനസരും വിശ്വാസത്തിൽ ഉറച്ചവരും ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയ്ക്കു വേണ്ടി നിത്യരക്ഷയുടെ അനുഭവത്തിനു വേണ്ടി ഉത്സാഹത്തോടുകൂടി പരിശ്രമിക്കുന്നവരുമായി യാത്ര ചെയ്യണമെന്നാണ് പൗലോസ്ലീഹ എന്നെയും നിങ്ങളെയും ഈ വേദവാക്യത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. ഇല്ല എങ്കിൽ ആ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ ദൈവം വാഗ്ദാനം ചെയ്ത ആ വാഗ്ദാനം എന്നും നിലനിൽക്കുന്നതാണ്. വിശ്വാസികൾക്ക് ആ നിത്യരക്ഷയെ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. ആയതിനാൽ ലേഖനകർത്താവായ പൗലോസ്ലീഹ നമ്മെ ആഹ്വാനം ചെയ്യുന്നത് നാം സ്വീകരിച്ചതായ ക്രിസ്തീയ വിശ്വാസത്തിൽ
അടിയുറച്ച് നിലനിൽക്കുവാനും അതിലൂടെ വളർന്ന് അനുദിനം ആ കർത്താവിൻ്റെ പാതകളെ അനുഗമിച്ച് കർത്താവ് തമ്പുരാൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന തൻ്റെ കഷ്ടാനുഭവത്തിലൂടെ, തൻ്റെ പീഡാനുഭവത്തിലൂടെ, തൻ്റെ ക്രൂശുമരണത്തിലൂടെ, തൻ്റെ ഉയർപ്പിലൂടെ നമുക്ക് ഒരുക്കി തന്നതായ ദൈവികമായ വഴിയിലൂടെ തന്നെ യാത്ര ചെയ്ത് ആ നിത്യരക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം നമ്മൾ ഉത്സാഹമുള്ളവരായി തീരണം. അലസത ലേശം ബാധിച്ചാൽ അത് അശുഭ വഴിക്ക് കാരണമായി തീരും. ദൈവവിശ്വാസത്തിൽ നിന്നും ക്രിസ്തീയമായ മാർഗത്തിൽ നിന്നും നമ്മളുടെ ദർശനം, നോട്ടം തെറ്റിപ്പോയാൽ നമ്മൾ കാലിടറി വീഴും. അതുകൊണ്ടാണ് 1-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് ആ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. രാപ്പകൽ ഓരോ നിമിഷവും ഉണർവോടുകൂടിയിരിക്കുവാനായിട്ട് സാധിക്കണം. പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചിന്തിച്ചുകൊണ്ട് ഏത് നിമിഷവും നമ്മെ വെട്ടിൽ വീഴ്ത്തുവാനായിട്ട് നമ്മുടെ പിന്നാലെ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. സത്യവഴിയിലൂടെ യാത്ര ചെയ്യുവാൻ, സത്യവിശ്വാസത്തിലൂടെ യാത്ര ചെയ്യുവാൻ, കഷ്ടതകളായാലും പീഡനങ്ങളായാലും പ്രയാസങ്ങളായാലും മറ്റുള്ളവരുടെ പരിഹാസങ്ങളായാലും ഒറ്റപ്പെടിയിലായാലും അവിടെ തളർന്നു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ, എൻ്റെ കർത്താവിനെ ലക്ഷ്യമാക്കി ദൈവം എനിക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യരക്ഷയിലേക്ക് എനിക്ക് കടന്നു ചെല്ലണം, ആ ദൈവികമായ ഭാഗ്യം എനിക്ക് പ്രാപിക്കണം എന്നുള്ള സ്ഥിര ഉത്സാഹത്തോടു കൂടെ ആ പാതയിലൂടെ, സത്യത്തിൻ്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ നമുക്ക് മുന്നേറിടാം. സത്യത്തിൻ്റെ പാതയിൽ സ്നേഹത്തിൻ്റെ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ നമുക്ക് മുന്നേറിടാം. ആ പാതയിലൂടെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ കർത്താവിൻ്റെ വാഗ്ദാനം ഇപ്പോഴും നിലനിൽക്കുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യരക്ഷയുടെ അനുഭവം, സ്വർഗീയമായ അനുഭവം ദൈവം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നു. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. കരുണാമയനായ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്ന ദൈവികമായ പാതയിലൂടെ നിന്നോടൊപ്പം, നിന്നെ വിട്ടല്ല, നിന്നോട് ചേർന്ന് യാത്ര ചെയ്ത് അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയ സ്വർഗീയമായ വാഗ്ദാനം ജീവിതത്തിൽ അനുഭവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ എല്ലാവരെയും ഇടയാക്കണമേ. അതിനായി ഈ വചനം ഞങ്ങളെ ഒരുക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്ക് നിൻ്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇടവിടാതെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമീൻ.